ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുതിര പരിശീലന കേന്ദ്രമാകാൻ തുടങ്ങുന്നിടത്തേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. കുതിര പരിശീലന കേന്ദ്രം മാത്രമല്ല, ചേകാടി എന്ന വനഗ്രാമത്തിലെ മനോഹരമായ കാഴ്ചകൾ കൂടി നമുക്ക് അവിടെ പോയാൽ ആസ്വദിക്കാം. പ്രവാസി യുവ വ്യവസായിയായ ഉബൈ സിദ്ദിഖാണ് ഈ സ്റ്റെഡ് ഫാമിന് രൂപം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സുജിത് അയ്യപ്പത്തിൻ്റെ കൂടെയാണ് ചേകാടി വരെയുള്ള യാത്ര പോകേണ്ടത്. പോകാം. സാധാരണ നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടറൊക്കെ ബൈക്കിൻ്റെ പുറത്തേറിയാണ് ചെയ്യാറുള്ളത്. ഇത്തവണ ഒന്ന് മാറ്റിപ്പിടിച്ചു. ഒരു കുതിരയുടെ പുറത്താണ്. ഈ കുതിര എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കുതിരയാണ്. കുതിര ഖലീഫ എന്നാണ് ഇവൻ്റെ പേര്. ഇവൻ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കുതിരകളിൽ ഒന്നാണ്. അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ എല്ലാ ട്രെയിനിങ്ങും പൂർത്തിയാക്കിയ കുതിരയാണ്. വാക്ക്. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചേകാടിയാണ്. ചേകാടിയിൽ പ്രവാസി വ്യവസായിയായിട്ടുള്ള UB റേസിംഗ് ക്ലബിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള ഉബൈ സിദ്ദിഖിൻ്റെ ഫാമിലാണ് ഞാനുള്ളത്. പുൽപ്പള്ളിക്കടുത്തുള്ള ചേകാടിയിലാണ് ഈ കാഴ്ച. ദക്ഷിണേന്ത്യയിലെ തന്നെ മുന്തിയ ഇനം കുതിരകളുണ്ട് ഇവിടെ. വിവിധ മത്സരങ്ങളിൽ ചാമ്പ്യന്മാരായ 10-ലധികം പ്രീമിയർ വിഭാഗത്തിൽപ്പെട്ട കുതിരകളെയാണ് ഇവിടെ പരിപാലിക്കുന്നത്. കുതിരക്കമ്പക്കാരൻ കൂടിയായ UB റൈസിംഗ് ക്ലബ് ഉടമയും വ്യവസായിയുമായ ഉബൈ സിദ്ദിഖിന്റെ ആശയമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലൊക്കെ ചാമ്പ്യന്മാരായ പ്രീമിയം ഹോഴ്സിനെ കളക്ട് ചെയ്യുക എന്നുള്ളൊരു വിനോദമാണ് ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് ചേകാടി എന്ന് പറഞ്ഞത് നമ്മൾ വയനാടിൻ്റെ ഒരു പൈതൃകം നിറഞ്ഞൊരു ഗ്രാമമാണ്. ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊരു പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃഷിയും ഒരു 10-20 ഏക്കറിൽ കൃഷിയും അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ബ്രീഡിംഗ് ഹോഴ്സിനെ ചാമ്പ്യന്മാരെ വാർത്തെടുത്ത് നമ്മളൊരു കമ്പനീൻ്റെ പേരിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഒരു ഇതും, പിന്നെ വയനാട്ടിലേക്ക് കേരളത്തിലോ വയനാട്ടിലോ കണ്ടുവരാത്ത ഒരു സാധനം നമ്മളെ നോർത്ത് ഇന്ത്യയിലും അങ്ങനെയുള്ള കുറച്ച് നല്ല കളക്ഷൻസ് കുതിരകൾ നമ്മളിവിടെ ഷോ ചെയ്ത് ആളുകൾക്കൊരു വിനോദവും അവർക്കൊരു ഒരു ഒരു മനസ്സിൻ്റെ സംതൃപ്തി കിട്ടുന്ന രൂപത്തിലുള്ള റേസിംഗ് ക്ലബ്ബും കൂടെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. പരിപാലിച്ചു വരുന്ന കുതിരകൾക്ക് പ്രത്യേകതകൾ അനവധി. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹോഴ്സ് ഇപ്പോൾ നമ്മളടുത്താണ്, ഏറ്റവും ചെറിയ ഹോഴ്സും നമ്മളടുത്താണുള്ളത്. ഈ ഇവിടെയുള്ള ഹോഴ്സസ് ഇപ്പോൾ ഖലീഫാൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഖലീഫ തീ, വെള്ളം, ഫോറസ്റ്റ് ഇതൊക്കെ കവർ ചെയ്ത് പോവാൻ ട്രെയിനിങ് ഉള്ള ഹോഴ്സാണ്. അത് ഹോഴ്സുകളിൽ തന്നെ വളരെ റെയറായിട്ട് ഒരു 500-1000 എടുത്താൽ ഒരു 1-2 ഹോഴ്സേ ഉണ്ടാവുള്ളൂ ആ ട്രെയിൻഡ് കിട്ടിയ സാധനം. അതുപോലെയുള്ള ഹോഴ്സുകളാണ് നമ്മുടെ അടുത്തുള്ളത്. ഇത് സുൽത്താനാണ്. സുൽത്താനും ചാമ്പ്യനാണ്. സുൽത്താൻ എല്ലാ ക്വാളിറ്റിയുള്ള ഒരു ഹോഴ്സാണ്. നമ്മളെ ഉദയപൂർ പാലസ് ലൈനേജിലുള്ള, അതായത് പണ്ട് രാജാക്കന്മാർ ബ്രീഡ് ചെയ്യിപ്പിച്ചൊരു ഹോഴ്സായിരുന്നു. അത് പുറത്ത് ആർക്കും കിട്ടൂല. റെയർ കളക്ഷനാണ്. ആ കളക്ഷനിൽപ്പെട്ട ഒരാളാണ് സുൽത്താൻ. നെൽവയലുകളും കബനിപ്പുഴയും വനവും അതിരിടുന്ന പ്രദേശമാണ് ചേകാടി. വില്ലേജ് ടൂറിസത്തിന് ഏറ്റവും പ്രാധാന്യം കിട്ടുന്ന ഒരു ഭൂപ്രദേശം. ഇവിടെയാണ് ഇത്തരത്തിലൊരു വേറിട്ട സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കുതിരയോട്ടത്തിന് ഉതകും വിധത്തിലുള്ള ട്രാക്ക്, ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ താമസിച്ച് ഈ നാടിനെ പഠിക്കാനുള്ള അവസരം എന്നിവയൊരുക്കുന്ന വില്ലേജ് ടൂറിസം എന്നിവയും ഇതിനോട് അനുബന്ധമായി തയ്യാറാവുകയാണ്. വിദേശികളും മറ്റുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇവിടെയുള്ള കൃഷിയും തനതായ രൂപങ്ങളും എല്ലാം കണ്ട് ആസ്വദിച്ച്, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും മറ്റും കണ്ടുവരുന്ന റേസിംഗ് ക്ലബ്ബ് നമ്മളെ കേരളക്കാർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെറുപ്പക്കാർ ഒരുപാട് ആളുകളുണ്ട് മറ്റു ലഹരിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അഡിക്റ്റഡ് ആവുന്നത്. അവർക്കും ഇത് കണ്ടൊരു പ്രചോദനമായി ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഇതിനോടൊരു കണക്ഷൻ വരാനുണ്ട്. അപ്പോൾ നമ്മളെല്ലാ തിരക്കുകളിൽ നിന്നും നമ്മൾ മാറി ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫ്രീ മൈൻഡ് ഉണ്ട്. അതാണ് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്.
കുതിരകളെ കാണാനായി ധാരാളം പേരാണ് ഇവിടേക്ക് എത്തുന്നത്. നല്ല ഫീലാണ്. ഇത്രയും അടുത്തും ഇത്രയും കുതിരകളെ ആദ്യമായിട്ടാണ് കാണുന്നത്. വലിപ്പത്തിലുള്ളൂ. വലിപ്പം വലിയ ഒരു ഭയങ്കരമായ ഇതാണ്. ശരിക്കും ജനങ്ങൾ വയനാട്ടിലേക്ക് വരേണ്ട സമയം ഇതാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഇപ്പോഴാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. കാരണം വയനാട്ടിലെ ഒരു പ്രദേശത്തൊരു ദുരന്തം നടന്നു എന്ന് വെച്ച് ആളുകളെല്ലാം വയനാട് ആകെ ദുരന്തമെന്ന രീതിയിലാണ് കാണുന്നത്. നമുക്ക് പല പോയിന്റുകളിലും ചെല്ലുമ്പോൾ അവരുടെ അടുത്ത അനുഭവം കാണുമ്പോൾ വിഷമം തോന്നും. അമ്മയുടെ അടുത്ത് വീട്ടിൽ വന്നതാണ്. അപ്പോൾ കുതിര ഇങ്ങനെ സംഭവം അറിഞ്ഞു, അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ്. പിള്ളേർക്കൊക്കെ കാണണമെന്നൊരു ആഗ്രഹമാണ്. അപ്പം കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നു. പലതരത്തിലുള്ള കുതിരകൾ കാണാൻ പറ്റി, സന്തോഷം. നല്ല കുതിരയുണ്ട്, ഒരു 5-8 കുതിര കണ്ടു. തിരക്കേടില്ല, തിരക്കേടില്ലാത്ത പരിപാടിയാണ്. മെയിനായിട്ട് കൃഷിയാണ് ഇവിടെ ചെയ്തു വന്നിരിക്കുന്നത്. കൃഷിയും കാര്യങ്ങളൊക്കെ നല്ല നല്ല ഭംഗിയുള്ള പ്രദേശമാണിത്. ആ കബനിപ്പുഴയോട് കൂടി ചേർന്നിട്ടുള്ള പ്രദേശമാണ് പ്രദേശം. അതെ, കുന്നും ഒരു ഒറ്റപ്പെട്ട കുന്നും ചെരുവാണ്, കുന്നാണ്, ഫോറസ്റ്റ് ഏരിയ. അപ്പം സെൻട്രലിൽ പുഴയുണ്ട്, കബനിപ്പുഴയാണ് ഒഴുകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ കൃഷിയാണ് മെയിനായിട്ട് ഇവിടെ പ്രദേശത്ത്. ഒരു 10-300-400 ഏക്കറോളം വരും കൃഷിയിടങ്ങളൊക്കെ. അങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ പരിപാടിയുണ്ട്. നല്ല സന്തോഷമുണ്ട്. ഞാൻ കാണാൻ ആസ്വദിക്കാൻ വന്നതാണ്. കബനിയും വനവും അതിരിടുന്ന ചെറുഗ്രാമമാണ് ചേകാടി. കൃഷിയാണ് ഈ നാടിന്റെ നിലനിൽപ്പ്. ഇതിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസം പ്രോത്സാഹനമാണ് ഈ സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്ത പശ്ചാത്തലത്തിൽ വയനാടൻ ടൂറിസം പ്രതിസന്ധിയെ നേരിടുകയാണ്. ഇതിൽ നിന്നുള്ള അതിജീവനത്തിന് കരുത്ത് പകരുന്നതാണ് ഇത്തരം സംരംഭങ്ങൾ. വയനാട്ടിലെ തന്നെ വനത്തോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഗ്രാമമാണ് ചേകാടി. ചേകാടിയിലാണ് ഇത്തരത്തിൽ ഒരു വേറിട്ട ആശയം നടപ്പിലാക്കുന്നത്. ഹോഴ്സ് ക്ലബിനും അതിൻ്റെ സംരംഭകനും നേരാം ആശംസകൾ. റൈഡിംഗ് റിപ്പോർട്ടർ മറ്റൊരു കാഴ്ചയിലേക്ക് പോകുന്നു. അതുവരേക്കും നമസ്കാരം. അപ്പോൾ ഒരു അടിപൊളി സ്ഥലമാണ് ചേകാടി എന്ന് മനസ്സിലായാലും നല്ല അടിപൊളി ഗ്രാമ കാഴ്ചകളുണ്ട് അവിടെ. അതിനോടൊപ്പം തന്നെയാണ് തൊട്ടടുത്ത് വനത്തോട് ചേർന്നുള്ള ഈ പറയുന്ന കുതിര പരിശീലന കേന്ദ്രം. എന്നാൽ എന്താണ് കിടിലൻ കുതിര